ഏറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയാൽ. കാരണം ഇത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഇപ്പോഴാണ് ഈ സമയത്താണ് അമ്മ എന്നെ ഈ ഇതെടുക്കാനുള്ളൊരു അവസരം അമ്മ ഉണ്ടാക്കി തന്നത്. അതിലേറെ സന്തോഷം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ സപ്പോർട്ടും സഹകരിച്ചിട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ അതായത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ നിത്യശാന്തിയില്ല. ഞായറും ചൊവ്വയും ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളും നിത്യശാന്തിയുള്ളൊരു അമ്പലമാണിത്. കണ്ണൂർ ജില്ലയിൽ തന്നെ അപൂർവമായി കിടക്കുന്നൊരു കാട് പിടിച്ച അമ്പലമില്ലാത്ത, മേൽക്കൂരയില്ലാത്ത പ്രതിഷ്ഠ മാത്രം, അത് ശൂലത്തിൻ്റെ പ്രതിഷ്ഠയും കലിവിളക്കുള്ള ഒരു ക്ഷേത്രമാണ് ഈ നീലാർവട്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സാധ്യതകൾ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ചെറിയൊരു കലാകാരൻ എന്ന നിലയിൽ ഇവിടെ വരുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് എന്തെല്ലോ ഒളിഞ്ഞടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. നമസ്കാരം, എൻ്റെ പേര് ഹരിദാസൻ പെരുവണ്ണാൻ എന്ന് പറയും. പെരുവണ്ണാൻ തെയ്യെല്ലാം കെട്ടിയാണ് നമ്മളെ വണ്ണാ സമുദായത്തിൽ കിട്ടുന്ന ഒരാചാരം. എനിക്ക് നീലിയാറ് കോട്ടത്തമ്മ കിട്ടുന്ന വകയിൽ ഒരാചാരമുണ്ട്, മാങ്ങാട്, കാനൂല് മാങ്ങാട് എന്ന് പറയും. അങ്ങനെയാണ് ഈ കൊട്ടത്തമ്മ കിട്ടുന്ന ഇതിൻ്റെ ആചാരം. അത് 2 ആൾക്കാണ് അതിൻ്റെ അവകാശം. കാനൂല് മാങ്ങാടനും മാങ്ങാട്ട് മാങ്ങാടനും. 2 മാങ്ങാടൻ പദവി കിട്ടിയവർക്ക് നീലിയാറ് കോട്ടത്ത് കൊട്ടത്തമ്മ കിട്ടാൻ പറ്റില്ല. മറ്റ് നീലിയാറ് കോട്ടത്തമ്മ ക്ഷേത്രമുണ്ട്, അവിടെ കിട്ടണമെങ്കിൽ മാങ്ങാടൻ്റെ പദവി വേണ്ട. ഇവിടെ കിട്ടണമെങ്കിൽ മാങ്ങാടൻ്റെ പദവി വേണ്ട. അത് അമ്മേരെ ക്ഷേത്രം ഇല്ല, അമ്മേരെ കാടാണ്, 20 ഏക്കർ കാടാണ്. ആ കാട്ടിൽ ആണ് അമ്മേരെ തിരുപിടി ഉണ്ടാവില്ല. കാളകാട്ട് തന്ത്രിയിലൊപ്പം ബന്ധമെന്നാണ് അതിൻ്റെ. അപ്പോൾ നരിയും പശു ഒന്നിച്ച് മേയുന്ന സ്ഥലമാണിത്. ആനയിലടിക്ക് അമ്മ ഇരുന്നത്. അപ്പോൾ വിജനമായ കാട്ടിൽ പറമ്പും പാറയും നരിമടിയും അങ്ങനെയുള്ള വള്ളിക്കെട്ടും പിന്നെ കിണർ, 4 കിണർ അങ്ങനെയെല്ലാം ആയിട്ടാണ് സന്നിധാനം. എല്ലാ സംക്രമ ദിവസവും ഇവിടെ അടിയന്തരം ഉണ്ടാവും. കുട്ടത്തമ്മ കോലം തകഞ്ഞ മാതാവായിട്ട്. അപ്പോൾ നേർച്ചകൾ അനവധി ഉണ്ടാവും. നേർച്ച ഉണ്ടാകുമ്പോൾ ഞായറാഴ്ചയും ചൊവ്വാഴ്ച ഉണ്ടാവില്ല. സന്താന ഭഗവതിയായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എത്രയോ പഴക്കമുള്ള 20-22 കൊല്ലം പഴക്കമുള്ള അവർക്ക് സന്താനം ഉണ്ടായ കഥയുണ്ട്, അനുഭവമുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ. 32 കൊല്ലമായി ഞാനിവിടെ തിരുമുടി വെക്കുന്നത്. അപ്പോൾ അതിലിടയിൽ തന്നെ 25 കൊല്ലം വരെ പഴക്കമുള്ളവർക്കെല്ലാം സന്താനം ഉണ്ടായിട്ടുണ്ട് ഈ നെല്ലിയാറോട്ടത്തിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേക സ്ഥലമാണ് ഈ കോലം തകഞ്ഞ മാതാവ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ബാക്കിയെല്ലാ സ്ഥലത്തും തിരുമുറ്റത്ത് വന്നിട്ടാണ് മുടി വെച്ചിട്ട് ആയുധം കൊടുക്കുന്നത്. ഇത് കുട്ടത്തമ്മ അണിയറിന്ന് വരുമ്പോൾ മുടിയും വെച്ച് ആയുധത്തോട് വിടുക. അതാ കോലം തകഞ്ഞ മാതാവ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കോലം കിട്ടുന്ന സ്ഥലത്ത് 32 കൊല്ലമായി ഞാനിവിടെ ചെയ്യുന്നു പറയും. ആ കൊല്ലത്തിൽ ഇത്രയും സമയത്തിനിടയിൽ ഒരു അപൂർവഭാഗ്യം ഈ അമ്മേനെ പറ്റി ഇത്രയും വിശദമായിട്ട് പാട്ടെഴുതി ചെയ്തത്. അത് എൻ്റെ കൈ കൊണ്ട് തന്നെ അത് CD പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് ഞാൻ കരുതുന്നു. അത് ഇന്ന് ഇവിടുന്ന് ഇവിടെ അമ്മേനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നൊരു അമ്മേനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അപ്പോൾ ആ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭാഗ്യമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ആ ഉദ്ഘാടനത്തിൽ എല്ലാവരും ഈ പാട്ട് എഴുതാൻ വേണ്ടിയിട്ട് സഹകരിച്ച പാടിയ ആളുണ്ടായിരുന്നു, അത് സംവിധാനം ചെയ്യാൻ ആളുണ്ട്, ക്യാമറ എല്ലാവരും ഒന്നിച്ചു കൂടി കണ്ടു. അവരുടെ സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആ പാട്ട് യൂട്യൂബിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം, ആസ്വദിക്കണം. അമ്മേനെ പറ്റി കൂടുതൽ മനസ്സിലാക്കണം, അമ്മയുടെ ശക്തി മനസ്സിലാക്കണം. എല്ലാവരും എന്നിട്ട് നീലിയാറോട്ടത്ത് വരണം. എല്ലാ സംക്രമത്തിനും ഇവിടെ തെയ്യം വേണമെന്നുള്ളത് വളരെ നിർബന്ധമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം വാർഷികമായിട്ടാണ് കൊണ്ടാടുന്നത്. ഇവിടെ എല്ലാ മാസവും വാർഷികം പോലെയുള്ള ഒരു ഇതാണ്. ഇവിടെ സംക്രമ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സംബന്ധിച്ചോളം ഒരു പ്രത്യേകതയുള്ളത് തന്നെയാണ്. സാധാരണ നിവേദ്യത്തിന് പുറമെ സംക്രമ നിവേദ്യം, സംക്രമ പൂജ, തെയ്യം, ഇത് സംക്രമം ഏത് കാലാവസ്ഥയായാലും മഴയായാലും വെയിലായാലും ഇവിടെ സംക്രമ ദിവസം തെയ്യം ഉണ്ടായിരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിന് യാതൊരു മാറ്റങ്ങളും ഇതുവരെ വന്നിട്ടില്ല. മഴയുണ്ടെന്ന് വെച്ചാൽ തെയ്യം ഇല്ലാണ്ടിരിക്കില്ല, അതാണ് എൻ്റെ